വാർത്തയിലേക്ക് കടക്കുകയാണ്. ഈ മണിക്കൂറിൽ ധർമ്മസ്ഥലയിൽ നിർണായക നീക്കം നടക്കുന്നു. ശുചീകരണ തൊഴിലാളിയെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്താനുള്ള തീരുമാനമായിരിക്കുന്നു. അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരിക്കും പരിശോധന. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ് KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, നേരത്തെ തന്നെ ശുചീകരണ തൊഴിൽ എത്തിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. അത് ഏത് തരത്തിലേക്ക് അന്വേഷണത്തിൽ നിർണായകമാകും എന്നറിയുമ്പോൾ അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ തന്നെ പരിശോധന, അതായത് നിർണായകമായിട്ടുള്ള മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് അതൊരു കേസ് അന്വേഷണം എന്ന തരത്തിൽ തന്നെ, അതൊരു നിയമപരമായ തരത്തിൽ തന്നെ റെക്കോർഡിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അപർണ, വളരെ നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ അവിടെയുള്ള ഈ ഇരകളുമൊക്കെ പറയുന്നത് ഈ സ്ഥലത്ത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് ഇത്തരത്തിൽ പരിശോധന നടത്തണമെന്നാണ്. പക്ഷേ അതിനൊന്നും പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനമായ, ഏറ്റവും പുതുതായി വരുന്ന ഒരു വിവരം, 3 മണിയോടുകൂടി ഈ ശുചീകരണ തൊഴിലാളിയെ ഈ സ്ഥലത്തെത്തിക്കുന്നു. ഈ മൃതദേഹങ്ങൾ 100 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളിയെ കൊണ്ടുവരുന്നു. അതായത് പോലീസ് 4 പതിറ്റാണ്ടിലധികം നീണ്ട ഒരു ദുരൂഹത അതൊക്കെയുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയെ കൊണ്ടുവരുന്നു. അദ്ദേഹം കൃത്യമായി ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് എന്ന് പോലീസിന് കാട്ടിക്കൊടുക്കും. ഇതിന് ഏതെങ്കിലും തരത്തിൽ ഒരു അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ അഭിഭാഷകരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലുള്ള നടപടി എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്, അത് നിരന്തരം റിപ്പോർട്ട് ചെയ്ത് അതിനൊരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകുന്നു. പോലീസ് അതിന് തയ്യാറാകുന്നു. അതിനു പുറമെ ഇപ്പോൾ നിരവധി പേർ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് അനന്യ ഭട്ടിന്റെ അമ്മ ഇത്തരത്തിൽ 21 വർഷത്തിന് ശേഷം ആ കേസിൽ ഇപ്പോൾ പോലീസ് നടപടിയെടുക്കുന്നു. ഇതിനെല്ലാം പുറമെ ഇവിടെ മൃതദേഹങ്ങൾ, ആരുടെയൊക്കെ മൃതദേഹങ്ങളാണ് ഇവിടെ കുഴിച്ചിട്ടത്, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായിരിക്കും ഇന്ന് നടക്കുന്ന ശുചീകരണ തൊഴിലാളിയെ ഇവിടെ എത്തിച്ച് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തുന്ന നടപടി. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് വൈകുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നു. കോടതിയിൽ നേരിട്ട് ഹാജരായി തെളിവുകളും മൊഴികളും നൽകിയിട്ടും പോലീസ് നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം പോലീസ് നടക്കുന്നത്. വലിയ സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ. തുടർച്ചയായ വാർത്തകൾ നമ്മൾ ഉൾപ്പെടെ നൽകുന്നു. അത് വലിയ സമ്മർദ്ദമായിരിക്കുന്നു. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്. അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ കൃത്യമായി ശുചീകരണ തൊഴിലാളിയെ ഈ സ്ഥലത്തെത്തിക്കും. എവിടെയൊക്കെയാണ് മൃതദേഹങ്ങൾ ഉള്ളത് അതൊക്കെ ഈ ശുചീകരണ തൊഴിലാളി കാട്ടിക്കൊടുക്കും. അവിടെ പരിശോധന നടത്താനാണ് ഇന്ന് പരിശോധന നടത്തും. അതല്ല, ഈ സ്ഥലങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ഈ സ്ഥലം സീലിംഗ് ചെയ്ത് വെച്ച് ഇനി വരും ദിവസങ്ങളിലായിരിക്കും പരിശോധന. അത് ഏതായാലും ആ കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ 3 മണിക്ക് ശുചീകരണ തൊഴിലാളി ഈ സ്ഥലത്തെത്തിക്കും. കൃത്യമായ എവിടെയൊക്കെ മൃതദേഹങ്ങളുണ്ടോ ആ മണ്ണിൽ മൂടിക്കിടക്കുന്ന രഹസ്യങ്ങൾ അതൊക്കെ പുറത്ത് വരാൻ ഇനി വലിയ താമസമില്ല. ഈ വലിയ ക്രൂരകൃത്യം ചെയ്ത കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അവരാരൊക്കെയാണെന്ന് ശുചീകരണ തൊഴിലാളി നേരത്തെ തന്നെ കോടതിയിൽ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ പോലീസിനുണ്ട്. ഒരു പക്ഷേ ഇത്രയും ദിവസം എടുത്തത് പോലീസ് ഇത്തരം കാര്യങ്ങളിലെല്ലാം അന്വേഷണം നടത്താനായിരിക്കും. ഏതായാലും മംഗളൂരു ജില്ലാ പോലീസ് മേധാവി, അതായത് ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് മേധാവി K. അരുൺ, അദ്ദേഹത്തിൽ വലിയ വിശ്വാസം ആക്ഷൻ കമ്മിറ്റി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ കാണുന്നതെന്ന് പറയേണ്ടി വരും. ഏതായാലും ഇതൊരു വലിയ ഒരു വഴിത്തിരിവാണ്. കാരണം ഇത്രയും വർഷങ്ങളായുള്ള ഒരുപാട് ദുരൂഹതകൾ, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ, അതിനെല്ലാം ഒരു കാര്യങ്ങളാവുന്നു. അത് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 3 മണിക്ക് ശുചീകരണ തൊഴിലാളിയെ വലിയ പോലീസ് സുരക്ഷയിലായിരിക്കും അവിടെ കൊണ്ടുവരിക. ഏതെങ്കിലും തരത്തിൽ ഇയാളുടെ ഐഡന്റിറ്റി പുറത്ത് വെളിപ്പെടുത്തരുതെന്ന് കോടതി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇയാളെ അപായപ്പെടുത്തും, ഇയാളെ കൊലപ്പെടുത്തുമെന്ന ഒരു ആരോപണം, അത്തരത്തിലുള്ളൊരു കാര്യം ഇയാൾ കോടതിയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പോലീസ് അതീവ സുരക്ഷ നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഈ നടക്കുന്ന പരിശോധനയിലും പോലീസ് അതീവ സുരക്ഷ നൽകും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ ധർമ്മസ്ഥല പോലീസ് നടത്തുന്നത്. 3 മണിയോടെയായിരിക്കും അഭിഭാഷകർക്കൊപ്പം ഈ സ്ഥലത്തെത്തിക്കുക. അതായത് ധർമ്മസ്ഥലയിൽ നിന്ന് 4 കിലോമീറ്റർ മാറി നിറയെ മരങ്ങളുള്ള ഒരു പ്രദേശമാണ്. ഈ റോഡിൽ നിന്നും 3 കിലോമീറ്ററോളം നടന്നു വേണം ഈ സ്ഥലത്ത് പോകാൻ. ആ പ്രദേശത്ത്, ആ ചുറ്റുവട്ടത്താണ് മുഴുവൻ ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന് തെളിവായ ആ സ്ഥലത്ത് നിന്നും കഴിഞ്ഞ ദിവസം ഒരു തലയോട്ടി, ഒരു മൃതദേഹാവശിഷ്ടം, ഒരു തലയോട്ടി മാത്രമാണ് ലഭിച്ചത്. അത്തരത്തിലൊരു തലയോട്ടി ഇദ്ദേഹം കണ്ടെത്തിയിരുന്നു. എന്നാലും ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം ശബ്ദിക്കാൻ ആരുമില്ലാതെ ഒരുപാട് പേരുടെ തേങ്ങലും അത്തരത്തിലുള്ള കണ്ണീരുമായി കഴിയുന്ന കുടുംബങ്ങൾക്കൊക്കെ വലിയ ആശ്വാസമാണ്.
മാത്രമാണ് സൗജന്യ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറഞ്ഞ് വലിയ തോതിൽ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും കെ വി ബൈജു പുറത്തുവിടുന്നു വലിയ വാർത്തയാണ്. ധർമ്മസ്ഥലയിൽ നിർണായക നീക്കം. ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളിയെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് പരിശോധന നടത്തും. അത് 2 അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ കൂടിയായിരിക്കും ഈ പരിശോധന നടത്തുക. ഇതിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ, വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ നമുക്ക് 1 മണി വാർത്തയിൽ കാണാം. ഇപ്പോൾ